വെൽക്കം ടു അവർ ഫിസിക്സ് ക്ലാസ്സസ്. നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാഠഭാഗമാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പോർഷനിൽ നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റുകൾ ഇതൊക്കെയാണ്. എന്താണ് ക്വാണ്ടിറ്റി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്. ക്വാണ്ടിറ്റീസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു: ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആൻഡ് സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റി. അതുപോലെ തന്നെ ഈ ക്വാണ്ടിറ്റികളെ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്തിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് സിസ്റ്റങ്ങൾ ഏതൊക്കെയാണ്, പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന വിവിധങ്ങളായ യൂണിറ്റ് സിസ്റ്റങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതിനുശേഷം സിസ്റ്റം ഇൻ്റർനാഷണൽ അഥവാ SI എന്ന് പറയുന്നൊരു പുതിയ സിസ്റ്റം കൊണ്ടുവരേണ്ട സാഹചര്യം എന്തായിരുന്നു, ആ SI സിസ്റ്റം പ്രകാരം എത്ര ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളാണുള്ളത് എന്നീ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നോക്കിയത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡയമെൻഷൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ്. നമുക്ക് നോക്കാം എന്താണ് ഈ ഡയമെൻഷൻ എന്ന്. ഓരോ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾക്കും നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഓരോ ലെറ്ററുകളുണ്ട്. ആ ക്വാണ്ടിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ചില ലെറ്ററുകളുണ്ട്. അവരെയാണ് നമ്മൾ ഡയമെൻഷൻസ് എന്ന് പറയുക. ഒരു ഉദാഹരണത്തിന് ലെങ്തിനെ നമ്മൾ L എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും. അതുപോലെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയായ മാസിനെ M എന്ന് സൂചിപ്പിക്കും. അതുപോലെ ഇലക്ട്രിക് കറണ്ടിനെ I എന്നോ A എന്നോ നമുക്ക് സൂചിപ്പിക്കാം. ടൈമിനെ ക്യാപിറ്റൽ T എന്ന് നമ്മൾ സൂചിപ്പിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾക്കും നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ലെറ്റേഴ്സിനെ നമുക്ക് അവയുടെ ഡയമെൻഷൻസ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ആ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളും അവരുടെ ഡയമെൻഷൻസും നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നോക്കൂ, നമ്മുടെ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളിൽ ആദ്യത്തേത് ലെങ്ത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ക്വാണ്ടിറ്റിയായ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ലെങ്ത് ആണ്. ലെങ്തിൻ്റെ ഡയമെൻഷൻ നമ്മൾ പറയുന്നു ക്യാപിറ്റൽ L. ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഡയമെൻഷനെ റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, ഇനി രണ്ടാമത്തെ നമ്മുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് മാസ് ആണ്. മാസിനെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഡയമെൻഷനായിട്ട് പറയുന്നത് ക്യാപിറ്റൽ M ആണ്. സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ സൂചിപ്പിക്കും. മൂന്നാമത്തെ നമ്മുടെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ടൈമാണ്. ടൈമിനെ സൂചിപ്പിക്കാൻ ക്യാപിറ്റൽ T എന്ന ലെറ്ററാണ് നമ്മൾ ഉപയോഗിക്കുക. ഇനി അതുപോലെ തന്നെ നമുക്ക് ടെമ്പറേച്ചറുണ്ട്. ടെമ്പറേച്ചറിനെ നമ്മൾ കെൽവിൻ എന്നും K തന്നെയല്ല ഉപയോഗിക്കുക. അപ്പോൾ ടെമ്പറേച്ചറിനെ K എന്നുള്ള ഒരു ലെറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ഇനി അതിനുശേഷം നമുക്ക് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഉണ്ടല്ലോ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോളാണ്. അതിന് നമുക്ക് MOL എന്ന് എഴുതാം. ഇനി അതുപോലെ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട്, അല്ലെങ്കിൽ നമ്മൾ സിംപ്ലി കറണ്ട് എന്ന് പറയും. കറണ്ടിനെ ആണെങ്കിൽ ആംബിയർ എന്നോ അല്ലെങ്കിൽ I എന്നോ നമുക്ക് സൂചിപ്പിക്കാം. ഇനി അതുപോലെ ഏഴാമത്തത് ആരാണ്? ലൂമിനസ് ഇൻറ്റൻസിറ്റി, അതായത് പ്രകാശ തീവ്രത. ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് CD ആയിരുന്നു അല്ലേ. ഇവിടെ നമ്മൾ സിമ്പിളായിട്ട് ഡയമെൻഷനായിട്ട് ഉപയോഗിക്കുന്നതും CD തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളും ആ ക്വാണ്ടിറ്റികളെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ചില ലെറ്റേഴ്സും. ആ ലെറ്റേഴ്സിനെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് എഴുതുക. അവരെ നമ്മൾ ഡയമെൻഷൻ എന്ന് പറയും. അപ്പോൾ നോക്കി, ലെങ്ത് L ആണ്, മാസ് M, ടൈം T, ടെമ്പറേച്ചർ K എന്നോ തീറ്റ എന്നോ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ചില ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം, തീറ്റ എന്നൊരു റെപ്രസെൻറ്റേഷൻ കൂടി കൊടുക്കാറുണ്ട്. അതുപോലെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണെങ്കിൽ അത് മോള്, കറണ്ട് ആണെങ്കിൽ A എന്നോ I എന്നോ നമുക്ക് സൂചിപ്പിക്കാം. ചില പുസ്തകങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെയും കാണാം. ഇനി ലൂമിനസ് ഇൻറ്റൻസിറ്റി ആണെങ്കിൽ ക്യാൻഡില സൂചിപ്പിക്കുന്നത് പോലെ CD എന്ന ലെറ്ററാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഡയമെൻഷൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒരു ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ, അതിനെ സൂചിപ്പിക്കുന്ന ചില ലെറ്റേഴ്സാണ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ 7 എണ്ണം. ആ 7 ക്വാണ്ടിറ്റികളുടെയും ഡയമെൻഷൻ നമ്മൾ കണ്ടു. ഇനി നമുക്ക് മറ്റു ചില ക്വാണ്ടിറ്റികൾ ഡയമെൻഷൻ ഫോർമുല എങ്ങനെ കണ്ടെത്താം എന്നാണ് ഇനി നോക്കാൻ പോവുക. അപ്പോൾ നമ്മൾ ആദ്യം ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളും അവരെ സൂചിപ്പിക്കുന്ന റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റേഴ്സ്, ഡയമെൻഷൻ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റു ചില ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷൻ എന്തൊക്കെയാണ്, നമുക്ക് എങ്ങനെയാണ് ഡയമെൻഷണൽ ഫോർമുല എഴുതാം, ഓരോ ക്വാണ്ടിറ്റിയുടെയും ഡയമെൻഷണൽ ഫോർമുല എങ്ങനെ എഴുതാം എന്നാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ അടുത്ത ടോപ്പിക്ക് എഴുതുക, ഡയമെൻഷണൽ ഫോർമുല. നമുക്ക് ആദ്യം ഏറ്റവും സിമ്പിളായിട്ടുള്ള ചില ക്വാണ്ടിറ്റികളിൽ നിന്ന് ഹയർ ക്വാണ്ടിറ്റികളിലേക്ക് നമുക്കിങ്ങനെ പോകാം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കേണ്ടത് ഡിസ്റ്റൻസ് നോക്കാം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ലെങ്ത് ആണല്ലേ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ പാത്ത് ലെങ്ത് ട്രാവൽഡ് എന്ന്. അപ്പോൾ ലെങ്ത് ആയതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് എന്ന ക്വാണ്ടിറ്റി നമ്മൾ ഡിവൈഡ് ചെയ്താൽ ഫർദർ നമുക്ക് കിട്ടുന്നത് ലെങ്ത് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഏതാ?
ഡിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി, ഡിസ്റ്റൻസിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അത് ലെങ്ത് ആണ്. ഇനി ഇത് ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിലോ, നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. അതും ഒരു ടൈപ്പ് ഓഫ് ലെങ്ത് ആയതുകൊണ്ട് ഡയമെൻഷൻ നമുക്ക് എൽ എന്ന ലെറ്റർ ഉപയോഗിച്ച് തന്നെ സൂചിപ്പിക്കാം. അപ്പോൾ ഇവിടെയും ഡയമെൻഷൻ എന്ത് തന്നെയാണ്? ഡയമെൻഷൻ എൽ തന്നെയാണ്. അങ്ങനെയെങ്കിൽ മൂന്നാമതൊരു ക്വാണ്ടിറ്റി നമ്മൾ നോക്കുന്നു, സ്പീഡ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്പീഡ് എന്നതിൻ്റെ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പീഡ് നമ്മൾ പഠിച്ചിരിക്കുന്നു ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈം എന്നാണ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ നോക്കി, ഒരു ക്വാണ്ടിറ്റി സ്പീഡ് നമുക്ക് കിട്ടിയാൽ സ്പീഡ് എന്ന ക്വാണ്ടിറ്റിയെ നമ്മൾ ഫർദർ ഡിവൈഡ് ചെയ്യണം, നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്പീഡിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണ് കിട്ടുക. ഇനി നോക്കി, ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന ക്വാണ്ടിറ്റിയെ നമുക്ക് ഇനി ഫർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആയ ലെങ്ത് ആണ്, ടൈം എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റൽ ടി ആണ്. ശരിയല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഇതിനെ വീണ്ടും ഫർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആയ സ്പീഡിനെ ഇപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളുടെ ടേംസിലേക്ക് മാറ്റി. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളാണ് ഏറ്റവും ബേസിക് ആയ ക്വാണ്ടിറ്റികൾ. ഇനി നമുക്ക് അവരെ ഫർദർ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നോക്കൂ, ഈ ഡയമെൻഷൻ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, എൽ ടി, മുകളിലേക്ക് പോവുകയാണെങ്കിൽ ടി റേസ് ടു -1. അപ്പോൾ എനിക്ക് എഴുതാം സ്പീഡിൻ്റെ ഡയമെൻഷൻ എൽ ടി റേസ് ടു -1 ആണ്. അങ്ങനെയെങ്കിൽ മറ്റൊരു ക്വാണ്ടിറ്റി നമ്മൾ നോക്കുന്നു, വെലോസിറ്റി. വെലോസിറ്റിയുടെ ഡയമെൻഷൻ. അപ്പോൾ നമ്മളൊരു ക്വാണ്ടിറ്റി കിട്ടിയാൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ക്വാണ്ടിറ്റിയെ നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഇക്വേഷനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് പോകാൻ പോകണം. നോക്കൂ, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആരാണ്? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം എന്നാണ്. അപ്പോൾ നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയമെൻഷൻ അതൊരു ലെങ്ത് ആയതുകൊണ്ട് എല്ലാണ് ബൈ ടി ആണ്. സോ ഡയമെൻഷൻ ക്യാൻ ബി റിട്ടൺ ആസ് എൽ ടി റേസ് ടു -1. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓരോ ക്വാണ്ടിറ്റിയുടെയും ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷൻ നമുക്കറിയാമെങ്കിൽ ഏത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി കിട്ടിയാലും നമുക്ക് ആ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയെ സ്പ്ലിറ്റ് ചെയ്ത് അതിൻ്റെ ഫണ്ടമെൻ്റൽ ഫോംസിലേക്ക് മാറ്റിയ ശേഷം അവരുടെ ഡയമെൻഷൻ നമുക്ക് കൊടുക്കാം. ഇനി നോക്കി, മറ്റൊരു ക്വാണ്ടിറ്റിയാണ് ഡെൻസിറ്റി. അപ്പോൾ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ അറിയണം. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ഇതാണ്, മാസ് ഡിവൈഡഡ് ബൈ വോളിയം. അപ്പോൾ നോക്കൂ, ഡെൻസിറ്റിയെ നമ്മൾ മാസ് ബൈ വോളിയം എന്ന് എഴുതി. ഈ ഇക്വേഷനെ നമുക്ക് ഫർദർ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ? നോക്കൂ, മാസ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അതിനെ ഇനി ഫർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വോളിയം ആരാണ്? വോളിയം എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് വീണ്ടും വോളിയത്തെ ഡിവൈഡ് ചെയ്യാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇനി നമുക്കിവരെ ഫർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളുടെ ടേംസിലേക്ക് മാറി. നോക്കൂ, ഇവിടുത്തെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ന്യൂമറേറ്ററിൽ മാസ് ആണ്, അത് ക്യാപിറ്റൽ എം, ഡിവൈഡഡ് ബൈ ഇത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആണോ? ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ്. ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് എന്ന് പറയുന്ന അവരെല്ലാം തന്നെ ഒരു ടൈപ്പ് ഓഫ് ലെങ്ത് ആണ്. ലെങ്ത് എന്ന് പറഞ്ഞാലും ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാലും ഹൈറ്റ് എന്ന് പറഞ്ഞാലും എല്ലാം നമ്മളതൊരു ലെങ്ത് ആയിട്ട് തന്നെയല്ലേ മെഷർ ചെയ്യുക. അപ്പോൾ അത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആയ ലെങ്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ലെങ്ത് എത്ര ടൈംസ് വന്നു? ലെങ്ത് ഇൻറ്റു വീണ്ടും ലെങ്ത്. അപ്പോൾ എൽ 3 ടൈംസ് ആയതുകൊണ്ട് എൽ ക്യൂബ്. അപ്പോൾ ആ ഡയമെൻഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എം എൽ റേസ് ടു -3. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഡെൻസിറ്റി എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ. അപ്പോൾ ഒരു ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ആ ക്വാണ്ടിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതുക. ആ ഇക്വേഷനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളുടെ രൂപത്തിലേക്ക് മാറ്റുക. അങ്ങനെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുടെ രൂപത്തിലേക്ക് മാറ്റിയാൽ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളുടെയും ഡയമെൻഷൻ നമുക്കറിയാം. ആ ഡയമെൻഷൻ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നോക്കി, നമ്മൾ ഓരോ ക്വാണ്ടിറ്റിയുടെയും ഡയമെൻഷൻ കണ്ടെത്തിയില്ലേ? ഈ ഡയമെൻഷൻ നോക്കൂ, നമ്മളൊരു ഈക്വൽ സൈനിട്ടാണ് എഴുതുന്നതെങ്കിൽ നമുക്കിതിനെ എന്ത് വിളിക്കാം? ഡയമെൻഷണൽ ഇക്വേഷൻ. ഒരു ഈക്വൽ സൈൻ അവിടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ നോക്കൂ, ഡെൻസിറ്റി എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ ഏതാണ്? എം എൽ റേസ് ടു -3. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷൻ ഇതുപോലെ പരിശോധിക്കാം. അപ്പോൾ ഓർക്കേണ്ട കാര്യം, ഡയമെൻഷൻ നമുക്ക് എഴുതണമെങ്കിൽ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ബേസിക് ആയിട്ടുള്ള 7 ക്വാണ്ടിറ്റികൾ, അതായത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ, അവരുടെ ഡയമെൻഷൻ നമ്മൾ കാണാതെ അറിഞ്ഞിരിക്കണം. ഇനി അതുപോലെ നമുക്ക് കിട്ടുന്ന ഒരു ക്വാണ്ടിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഫർദർ ഡിവൈഡ് ചെയ്ത് അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള രൂപത്തിലേക്ക് മാറ്റാൻ അറിയണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റിയെ കണക്ട് ചെയ്യാൻ കഴിയുന്ന ഇക്വേഷൻസ് ഏതെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും കുറച്ചുകൂടി നോക്കാം. ഇപ്പോൾ നമ്മൾ 5 ക്വാണ്ടിറ്റികളും അവരുടെ ഡയമെൻഷനുമാണ് നോക്കിയത്. ഇത് നമുക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റികളെ പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ പറഞ്ഞ സ്റ്റെപ്പുകൾ നമ്മുടെ മനസ്സിലുണ്ടാവണം.
നമുക്കൊരു ക്വാണ്ടിറ്റി കിട്ടിയാൽ ആ ക്വാണ്ടിറ്റിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഒരു ഇക്വേഷൻ്റെ രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്യണം. അതിനെ പിന്നെ സിംപ്ലിഫൈ ചെയ്ത് ചെറിയ ഫോമിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് പറ്റണം. അങ്ങനെയെങ്കിൽ നമുക്ക് മറ്റൊരു ക്വാണ്ടിറ്റി നോക്കാം, സ്പീഡ്. നമുക്ക് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇക്വേഷൻ? അപ്പോൾ സ്പീഡ് എന്ന ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ എഴുതണം. സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതൊരു ലെങ്ത് ആണ്, ബൈ ടൈം അല്ലേ. അപ്പോൾ ഇത് t⁻⁻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 ⁻
ഉണ്ടായിരിക്കുന്നത് ആരൊക്കെ ചേർന്നിട്ടാണ്? ഒരു തവണ ലെങ്തും അതുപോലെ ഡിവൈഡഡ് ബൈ ടൈമും. അപ്പോൾ ലെങ്തും ടൈമും ഈ രണ്ട് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ കൂടിച്ചേർന്നുണ്ടായ ക്വാണ്ടിറ്റിയാണ് ആര്? സ്പീഡ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മാസ് ഉണ്ടോ? മാസിന് എവിടെ കോൺട്രിബ്യൂഷൻ ഉണ്ടോ? സ്പീഡ് എന്ന ക്വാണ്ടിറ്റിയുടെ ഉള്ളിൽ മാസിന് യാതൊരു റോളുമില്ല, ടെമ്പറേച്ചറിന് റോളില്ല, ഇലക്ട്രിക് കറണ്ടിന് റോളില്ല. അപ്പോൾ നമ്മുടെ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളിൽ സ്പീഡ് എന്ന ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കുന്നത് ആരൊക്കെ ചേർന്നിട്ടാണ്? ലെങ്തും ടൈമും ചേർന്നിട്ടാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളെയും കൂടെ ഒരുമിച്ച് ഇവിടെ എഴുതാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മാസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മാസിന് കോൺട്രിബ്യൂഷൻ ഇല്ലാത്തത് കൊണ്ട് m⁻⁴ എന്ന് എഴുതാം. ലെങ്തിന് കോൺട്രിബ്യൂഷൻ ഉണ്ട്, അത് ഒരു തവണയാണ്. ടൈമിൻ്റെ കോൺട്രിബ്യൂഷൻ -1 ആണ്. ഇനി ഇലക്ട്രിക് കറണ്ടിന് കോൺട്രിബ്യൂഷൻ ഉണ്ടോ? ഇല്ല, അപ്പോൾ r⁻⁴ ആണ്. അതുപോലെ മോൾ അതിന് കോൺട്രിബ്യൂഷൻ ഉണ്ടോ? ഇല്ല, r⁻⁴ ആണ്. അപ്പോൾ ഇങ്ങനെ എത്ര പേരെ വേണമെങ്കിലും നമുക്ക് 7 പേരെ വേണമെങ്കിലും എഴുതാം. പക്ഷേ നമുക്ക് ആവശ്യമുള്ളത് ആരാണോ അവരെ മാത്രമാണ് സാധാരണ എഴുതാറ്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ എൻട്രൻസ് പരീക്ഷയുടെയൊക്കെ ഓപ്ഷൻസ് നമ്മൾ നോക്കുമ്പോൾ m⁻⁴, l⁻⁴, t⁻⁻1 ഇങ്ങനെയൊക്കെ സാധാരണ എഴുതാറുണ്ട്. അപ്പോൾ ഓർക്കുക, 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളുടെ ടേംസിലും നമുക്ക് എഴുതാം. അവിടെ കോൺട്രിബ്യൂഷൻ ഇല്ലാത്തവരുടെയൊക്കെ പവർ എന്തായിരിക്കും? പവർ 0 ആയിരിക്കും. അത് മാത്രമേ ഉള്ളൂ പ്രത്യേകത. അങ്ങനെയെങ്കിൽ അടുത്ത് നമ്മൾ പറയുന്നു വെലോസിറ്റി. അറിയാമല്ലോ, വെലോസിറ്റി എന്ന ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ ഇതാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് വീണ്ടും ഒരു ലെങ്താണ്, ബൈ ടൈം. ആ ബൈ ടൈമിന് t⁻⁻1 എന്ന് എഴുതാം. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, സ്പീഡിൻ്റെയും വെലോസിറ്റിയുടെയും ഡയമെൻഷൻ സെയിം തന്നെ ആയിരിക്കും. എന്നാൽ മറ്റൊരു ക്വാണ്ടിറ്റിയായ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്താ? ആക്സിലറേഷൻ പറയുന്നു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ ന്യൂമറേറ്ററിൽ വെലോസിറ്റിയാണ്, ഡിനോമിനേറ്ററിൽ ടൈമാണ്. അപ്പോൾ ആക്സിലറേഷൻ എന്ന ക്വാണ്ടിറ്റി കിട്ടിയപ്പോൾ നമ്മൾ അതിനെ അറിയാവുന്ന ഒരു ഇക്വേഷൻ ആക്കി മാറ്റി. ഇനി ഈ ഇക്വേഷൻ ഇപ്പോൾ സിംപ്ലിഫൈഡ് ആയോ? അതോ ഇനിയും നമുക്കിതിനെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയിലേക്ക് മാറ്റേണ്ടതുണ്ടോ? വെലോസിറ്റി എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി അല്ല. അപ്പോൾ അതിനെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാം. വെലോസിറ്റിയെ നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റുക? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ഡിവൈഡഡ് ബൈ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, വീണ്ടും ഡിവൈഡഡ് ബൈ ടി. ഇപ്പോൾ ഇത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളുടെ ടേംസിലേക്ക് മാറി. നോക്കൂ, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ലെങ്ത് ആണ്, ഡിവൈഡഡ് ബൈ ടൈം, വീണ്ടും ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ ഇത് l/t² അല്ലേ? l/t² എനിക്ക് ഇങ്ങനെ എഴുതാം, l⁻⁻². അപ്പോൾ നമുക്ക് ഡയമെൻഷൻ കിട്ടി. ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ l⁻⁻² ആണ്. ഇനി നമുക്ക് ഫോഴ്സ്, പുതിയൊരു ക്വാണ്ടിറ്റി, മറ്റൊരു ക്വാണ്ടിറ്റി, നമുക്കറിയാവുന്ന ക്വാണ്ടിറ്റിയാണ് ഫോഴ്സ്. ന്യൂട്ടൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, F = ma. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഡയമെൻഷൻ നമുക്ക് എങ്ങനെ എഴുതാം? മാസ് എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി m ആണ്. ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ ഇപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചു. അപ്പോൾ ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അത് l⁻⁻² ആണ്. അങ്ങനെയെങ്കിൽ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എനിക്ക് ഇങ്ങനെ എഴുതാം, ml⁻². അപ്പോൾ ഇനി ഇതുപോലെ ഏത് ക്വാണ്ടിറ്റി കിട്ടിയാലും നമുക്കതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമെൻഷൻസ് എഴുതാം. ഡയമെൻഷൻ എഴുതാൻ അറിഞ്ഞിരിക്കേണ്ടത് അവരുടെ ഇക്വേഷൻ മാത്രമാണ്. ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിനെ ഫണ്ടമെൻ്റൽ രൂപത്തിലേക്ക് മാറ്റാം. പിന്നെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷൻസ് നമുക്കവിടെ കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതിൽ മിക്കവാറും ഈ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള നമ്മൾ ഈ പറഞ്ഞ ചില ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റികളുടെ ഒക്കെ തന്നെ ഡയമെൻഷൻ നമ്മൾ കാണാതെ അറിഞ്ഞിരിക്കണം. ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ, ഫോഴ്സിൻ്റെ ഡയമെൻഷൻ, അതുപോലെ തന്നെ നമ്മുടെ എനർജി, വർക്ക്, ഇവരുടെയൊക്കെ ഡയമെൻഷൻ നമ്മൾ പഠിക്കണം. നമുക്ക് നോക്കാം, വർക്കിൻ്റെ ഡയമെൻഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. വർക്കിൻ്റെ ഇക്വേഷൻ ഇതാണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഒരു ബോഡിയുടെ പുറത്ത് കൊടുത്ത ഫോഴ്സ്, അപ്പോൾ ബോഡിക്ക് ഫോഴ്സിൻ്റെ ഡയറക്ഷനിലുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ നോക്കി, ഈ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞത് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ, അത് കാണാതെ അറിയാമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇവിടെ എഴുതാൻ പറ്റും.
അപ്പോൾ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചത്, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. ഫോഴ്സിനെ എം എ എന്ന് എഴുതാം ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി മാസ് ആണെങ്കിൽ അത് ക്യാപിറ്റൽ എം. ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ കാണാതറിഞ്ഞിരിക്കണം, L(T)⁻². വീണ്ടും ഡിസ്പ്ലേസ്മെൻറ്റ് എൽ ആണ്. സോ ഡയമെൻഷൻ എന്ത് വരും? mL²T⁻². കാണാതെ പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയമെൻഷൻ, വർക്കിൻ്റെ ഡയമെൻഷൻ, അത് mL²T⁻² ആണ്. ഇനി നോക്കൂ, നമുക്കൊരു എനർജിയുടെ ഡയമെൻഷൻ കൂടി നോക്കാം. നമുക്കറിയാവുന്ന ഒരു എനർജി നമുക്ക് എടുക്കാം. എനർജി ഇപ്പോൾ ഏതാ? പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ mgh എന്ന് നമുക്കറിയാവുന്ന ഇക്വേഷനാണ്. പൊട്ടൻഷ്യൽ എനർജി mgh ആണ്. അപ്പോൾ ഇത് ഓരോന്നിൻ്റെ ഡയമെൻഷൻ കൊടുത്താൽ മാസിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ എം ആണ്. ആരാണ് ഈ ജി എന്ന് പറഞ്ഞാൽ? സ്മോൾ ജി എന്ന് പറഞ്ഞാൽ അത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ സ്മോൾ ജി എന്ന ക്വാണ്ടിറ്റി ആക്സിലറേഷനാണ്. ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ L(T)⁻². കാണാതെ പഠിക്കുക. ഇനി എച്ച് എന്ന് പറഞ്ഞാൽ അത് ഹൈറ്റ് ആണ്, അതൊരു ലെങ്ത് ആണല്ലേ. അപ്പോൾ നമുക്ക് നോക്ക്, m⁻², L(L) L² മാറുന്നു, T⁻². അപ്പോൾ കിട്ടിയോ? പൊട്ടൻഷ്യൽ എനർജിയുടെ ഡയമെൻഷൻ mL²T⁻². വർക്കിൻ്റെ ഡയമെൻഷനും എന്ത് തന്നെയാണ്? mL²T⁻² തന്നെ. അങ്ങനെയെങ്കിൽ കൈനറ്റിക് എനർജിയുടെ ഡയമെൻഷൻ എന്ത് വരും നോക്കാം. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്ക് വളരെ ഫെമിലിയർ ആണ്. കൈനറ്റിക് എനർജി ½mv². ഹാഫ് എന്ന് പറഞ്ഞാൽ അതൊരു നമ്പറാണ്, അതൊരു ക്വാണ്ടിറ്റി അല്ല, ഒരു സ്കെയിലാർ നമ്പർ ആയതുകൊണ്ട് തന്നെ ഈ നമ്പേഴ്സിനൊന്നും എന്തുണ്ടാവില്ല? ഡയമെൻഷൻ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഇവിടെ ഡയമെൻഷൻ ആർക്ക് മാത്രമേ ഉള്ളൂ? മാസിനും വെലോസിറ്റി. നമ്മുടെ മാസിൻ്റെ ഡയമെൻഷൻ എം ആണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമ്മൾ പഠിച്ചു L(T)⁻⁻1. പക്ഷേ വെലോസിറ്റിയുടെ സ്ക്വയർ ആണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. അങ്ങനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡയമെൻഷൻ നോക്കൂ, mL²T⁻². ഇത് തന്നെയാണ് ആരുടെയും ഡയമെൻഷൻ? പൊട്ടൻഷ്യൽ എനർജിയുടെ ഡയമെൻഷൻ, അതുപോലെ വർക്കിൻ്റെയും ഡയമെൻഷൻ. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ഇതാണ്. വർക്കിൻ്റെയും പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, അല്ലെങ്കിൽ ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ ഏത് ടൈപ്പ് എനർജിയോ ആയിക്കോട്ടെ, എനർജിക്ക് ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ടെന്നറിയാമല്ലോ. ഏത് ഫോംസിലുള്ള എനർജി ആണെങ്കിലും ഡയമെൻഷൻ വർക്കിൻ്റെ ഡയമെൻഷന് തുല്യമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചില ഫിസിക്കൽ ക്വാണ്ടിറ്റികൾക്ക് സെയിം ഡയമെൻഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ സെയിം ഡയമെൻഷൻ വരുന്ന ആ ക്വാണ്ടിറ്റികളെ നമ്മളൊരു ഗ്രൂപ്പാക്കി പഠിച്ചു വയ്ക്കണം. കാരണം മിക്കവാറും എൻട്രൻസ് എക്സാമിനേഷനുകൾക്കൊക്കെ ചോദിക്കും, കൂട്ടത്തിൽ പെടാത്തത് ഏത്, അല്ലെങ്കിൽ സെയിം ഡയമെൻഷനുള്ള ക്വാണ്ടിറ്റികളെ സെലക്ട് ചെയ്ത് എഴുതാനൊക്കെ ചോദിക്കും. അപ്പോൾ ഒരേപോലുള്ള ഡയമെൻഷൻ വരുന്ന ക്വാണ്ടിറ്റികൾ ആരൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ വരുന്നൊരു പെയറാണ് നമ്മുടെ വർക്കും എനർജിയും. എനർജി എന്ന് പറയുമ്പോൾ അത് ഏത് ഫോമിലുള്ള എനർജിയും ആവാം. കൈനറ്റിക് ആകാം, പൊട്ടൻഷ്യൽ എനർജി ആകാം, അങ്ങനെ ഏത് മെക്കാനിക്കൽ എനർജി, ഏത് ടൈപ്പ് എനർജി ആണെങ്കിലും ഡയമെൻഷൻ കാണാതെ പഠിക്കുക, mL²T⁻². അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് കാണാതെ പഠിച്ചിരിക്കേണ്ട ചില ക്വാണ്ടിറ്റികളും അവരുടെ ഡയമെൻഷനുമാണ് ആക്സിലറേഷൻ, ഫോഴ്സ്, വർക്ക്, എനർജി മുതലായിട്ടുള്ള ക്വാണ്ടിറ്റികൾ. ഇനി നമുക്ക് നോക്കാം ചില കോൺസ്റ്റൻറ്റുകളുടെ ഡയമെൻഷൻ എങ്ങനെ കണ്ടുപിടിക്കാം. ചില കോൺസ്റ്റൻറ്റുകളും അവരുടെ ഡയമെൻഷനെ കുറിച്ചുമാണ് പറയാനായിട്ട് പോകുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. നമ്മൾ 9ാം ക്ലാസ്സിൽ ഗ്രാവിറ്റേഷൻ എന്നൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ പറയുന്നു രണ്ട് മാസുകൾ m1 m2 മാസുള്ള രണ്ട് ബോഡികൾ പരസ്പരം അട്രാക്റ്റ് ചെയ്യപ്പെടും. ആ അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, F=G m1 m2 /r². അപ്പോൾ നോക്കി, ആരാണ് ഈ m1 m2? m1 m2 എന്ന് പറയുന്നത് രണ്ട് മാസുകളാണ്. അവരുടെ സെൻറ്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ സ്മോൾ ലെറ്റർ r ആയിട്ട് പറയുക. അപ്പോൾ ഈ രണ്ട് ബോഡികൾ തമ്മിലുള്ള ഇൻട്രാക്റ്റീവ് ഫോഴ്സ്, അത് ഏത് മീഡിയത്തിലാണെങ്കിലും നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന കോൺസ്റ്റൻറ്റിനെ വിളിക്കുന്ന പേര് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് എന്നാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ g എന്ന് പറയുന്ന ആ കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യണം? ആദ്യം ജിയുടെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ജിയെ സോൾവ് ചെയ്താൽ g ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞേ, g = ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ r² ഇതാ ഇവിടെ വരും. അപ്പോൾ g = എങ്ങനെ എഴുതാം? FR² ഈ m1 m2 ഇവിടെ പോവും, ഡിനോമിനേറ്ററിലും വരും m1 m2. അപ്പോൾ ഇതല്ലേ നമ്മുടെ ജിയുടെ ഇക്വേഷൻ, g = FR² m1 m2. ഇനി നമുക്ക് ഈ ഓരോ ക്വാണ്ടിറ്റികളുടെയും ഡയമെൻഷൻ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? നമ്മുടെ ആവശ്യമുള്ള ജിയുടെ ഡയമെൻഷൻ കിട്ടും.
അപ്പോൾ പറഞ്ഞു ഫോഴ്സിൻ്റെ ഡയമെൻഷനൊക്കെ നമ്മൾ കാണാതെ അറിഞ്ഞിരിക്കണം. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. എന്താണ് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ? മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ് ഇക്വേഷൻ. അപ്പോൾ ഡയമെൻഷൻ മാസ് ആക്സലറേഷൻ LT⁻². അപ്പോൾ ഇതായിരിക്കും ഫോഴ്സിൻ്റെ ഡയമെൻഷൻ. ആർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ r²ഓ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ആണ്. അതുകൊണ്ട് r² ഡയമെൻഷൻ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ L² ആയിരിക്കും. ഡിവൈഡഡ് ബൈ m1 × m2 എന്ന് പറഞ്ഞാൽ രണ്ട് ബോഡികളുടെ മാസുകൾ, മാസിൻ്റെ പ്രോഡക്റ്റ് ആണല്ലേ. അപ്പോൾ മാസിൻ്റെ ഡയമെൻഷൻ m ആണ്. അപ്പോൾ m × m എങ്ങനെ എഴുതാം? m² എന്ന് എഴുതാം. ഇനി നമുക്ക് നോക്കി, ഇവിടെ ആരൊക്കെ വെട്ടിപ്പോവും? ഒരു m പവർ ക്യാൻസലായി. അതുപോലെ L² × L L³ ആയി. അപ്പോൾ നമ്മളെല്ലാം കൂടി അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഡയമെൻഷൻ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു m⁻⁻1. ഇവിടുത്തെ m ഒരു m ക്യാൻസലായി, ബാക്കി ഡിനോമിനേറ്ററിലെ m മുകളിൽ വരുമ്പോൾ m⁻⁻1. L² × L എന്നുള്ളത് L³ ആയി മാറുന്നു. പിന്നെ ബാക്കിയുള്ളത് ആരാ? T⁻². അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ക്യാപിറ്റൽ G എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷൻ. ഓർക്കുക, m⁻⁻1 L³ T⁻². ഇതാണ് നമ്മുടെ ക്യാപിറ്റൽ ജിയുടെ ഡയമെൻഷൻ. പണ്ടൊക്കെ നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷനുകൾക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓർത്തിരിക്കുക, m⁻⁻1 L³ T⁻². അല്ലെങ്കിൽ ഇങ്ങനെ ഓർക്കാം, MLT 1 2 3. 1ഉം 2ഉം എക്സ്ട്രീം എൻഡുകളിൽ 3 നടുക്ക്. 1 2 3 രണ്ട് സൈഡിലും മൈനസ് ഉണ്ട്. തുടക്കത്തിലും മൈനസ് ഉണ്ട്, അവസാനം മൈനസ്. m⁻⁻1 L³ T⁻². അപ്പോൾ ഇങ്ങനെ നമുക്ക് ചില കോൺസ്റ്റൻറ്റുകളുടെയും എന്ത് കണ്ടുപിടിക്കാം? ഡയമെൻഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് നോക്കാം, ചില ക്വാണ്ടിറ്റികൾക്ക് ഡയമെൻഷൻ ഉണ്ടാവില്ല. അത്തരത്തിലുള്ള ചില ക്വാണ്ടിറ്റികളെ കുറിച്ചാണ് നമ്മളിനി പറയാനായിട്ട് പോവുക. നമുക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റികളെ കുറിച്ച് പറഞ്ഞു. ആരാണ് സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റികളായിട്ട് നമ്മൾ പറഞ്ഞത്? പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും. അപ്പോൾ ഇത് നമ്മുടെ ഒരു പ്ലെയിനിലുണ്ടായ ആംഗിളാണ് പ്ലെയിൻ ആംഗിൾ തീറ്റ. ആംഗിളിൻ്റെ ഇക്വേഷൻ നമുക്കറിയാമല്ലോ, ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് ആണ്. അപ്പോൾ ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ്. ആർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ലെങ്ത് ആണ്, റേഡിയസും ലെങ്ത് തന്നെയാണ്. അപ്പോൾ അവരുടെ ഡയമെൻഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ആർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ലെങ്ത് ആണെങ്കിൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ L ആണ്. ബൈ റേഡിയസ് ഈസ് ഓൾസോ എ ലെങ്ത്. കണ്ടോ? അപ്പോൾ രണ്ടുപേരും ക്യാൻസലായി പോകും അല്ലേ, രണ്ടുപേരും വെട്ടിപ്പോയി. അങ്ങനെയെങ്കിൽ ആംഗിൾ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് എന്തുണ്ടാവില്ല? നോ ഡയമെൻഷൻ. അപ്പോൾ ഡയമെൻഷൻ ഇല്ലാത്ത ആളുകളുമുണ്ട്, ഇവർക്ക് ഡയമെൻഷൻ ഉണ്ടാവില്ല. അപ്പോൾ ആംഗിൾ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് ഡയമെൻഷൻ ഉണ്ടാവില്ല. ഇനി നമുക്ക് നോക്കാം, നമ്മൾ കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ +1 പഠിക്കാനായിട്ട് പോകുന്ന പുതിയൊരു ക്വാണ്ടിറ്റിയാണ്. ക്വാണ്ടിറ്റിയുടെ പേര് ഇതാണ്, സ്ട്രെയിൻ. സ്ട്രെയിൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് തൽക്കാലം ഇങ്ങനെ പറയാം, ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. പലതരത്തിലുള്ള സ്ട്രെയിനുകളുണ്ട്, അതിലൊരു ടൈപ്പാണിത്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയും, ഒറിജിനൽ ലെങ്ത്. അപ്പോൾ ഇതൊരു റേഷ്യോ അല്ലേ? ആരുടെ റേഷ്യോ ആണ്? ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പോൾ ന്യൂമറേറ്ററിലെ ക്വാണ്ടിറ്റി ലെങ്ത് ആണ്. ന്യൂമറേറ്ററിലെ ക്വാണ്ടിറ്റി ലെങ്ത് ആയതുകൊണ്ട് ഡയമെൻഷൻ L, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലും ലെങ്ത് തന്നെയാണ് ക്വാണ്ടിറ്റി. അപ്പോൾ ക്വാണ്ടിറ്റി ലെങ്ത് ആണെങ്കിൽ അവിടെയും ഡയമെൻഷൻ നമുക്ക് എന്ത് എഴുതാം? L എഴുതാം. അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി പോകും. അപ്പോൾ ഡയമെൻഷൻ ഇല്ലാത്ത ഒരു ക്വാണ്ടിറ്റിക്ക് ഉദാഹരണം നമ്മൾ പഠിച്ചു, സ്ട്രെയിൻ. ആദ്യത്തേത് പറഞ്ഞത് ഏതാണ്? ആംഗിളാണ്. അപ്പോൾ ഡയമെൻഷൻ ഇല്ലാത്ത ആളുകളുമുണ്ട്. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് പഠിച്ചിട്ടുണ്ട്. ട്രിഗണോമെട്രിക് റേഷ്യോസ് ആരൊക്കെയാണ്? നമ്മുടെ സൈൻ തീറ്റ, അതുപോലെ കോസ് തീറ്റ അല്ലെങ്കിൽ ടാൻ തീറ്റ, ഇവർക്കൊക്കെ ഡയമെൻഷൻ ഉണ്ടോ? നോക്കാം. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ അതൊരു റേഷ്യോ ആണ്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ആരുടെ റേഷ്യോ? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. ഈ ഓപ്പോസിറ്റ് സൈഡ്, ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ ലെങ്ത് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസിൻ്റെ ലെങ്ത്. അപ്പോൾ രണ്ടും ലെങ്ത് ആണ്, ക്യാൻസലായി പോവും. അതുകൊണ്ട് നോ ഡയമെൻഷൻ. ഇതുപോലെ തന്നെ ലെങ്തുകളുടെ റേഷ്യോ ആണ് കോസ് തീറ്റ. കോസ് തീറ്റ എന്ന് പറയുമ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. എന്നാൽ ടാൻ തീറ്റയോ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ ഇതെല്ലാം തന്നെ സൈഡുകളുടെ റേഷ്യോ ആയതുകൊണ്ട് അവിടെ എന്തുണ്ടാവില്ല?
അവിടെ ഒന്നും തന്നെ നമുക്ക് ഡയമെൻഷൻ ഉണ്ടാവത്തില്ല. അപ്പോൾ ഡയമെൻഷനുള്ള ക്വാണ്ടിറ്റികളുണ്ട്, ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റികളുണ്ട്, ഡയമെൻഷനുള്ള കോൺസ്റ്റൻറ്റുകളുണ്ട്, ഡയമെൻഷൻ ഇല്ലാത്ത കോൺസ്റ്റൻറ്റുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ആ ക്വാണ്ടിറ്റിയുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളുടെ പവർ. ആ ഒരു ക്വാണ്ടിറ്റിയുടെ ഉള്ളിൽ നമ്മൾ ഈ പഠിച്ച 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളുടെ പവർ എത്രമാത്രമുണ്ട്, അവരെത്രമാത്രം അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നു, അതിനെയാണ് നമ്മളൊരു ക്വാണ്ടിറ്റിയുടെ പവർ എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഇത് എക്സ്പ്ലെയിൻ ചെയ്താൽ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ mLT⁻⁻2 ആണ്. അപ്പോൾ നോക്കി, ഫോഴ്സ് എന്ന ക്വാണ്ടിറ്റി ഉണ്ടാകണമെങ്കിൽ, ഫോഴ്സ് എന്ന ക്വാണ്ടിറ്റി രൂപപ്പെടാൻ അതിൻ്റെ ഉള്ളിൽ മാസിൻ്റെ കോൺട്രിബ്യൂഷൻ ഒരു തവണ, ലെങ്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഒരു തവണ, ടൈം ആണെങ്കിലോ അതിൻ്റെ പവർ -2 ആണ്. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി, അതിൻ്റെ ഉള്ളിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ എത്രമാത്രം അടങ്ങിയിരിക്കുന്നു, ആ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളുടെ പവറിനെയാണ് നമ്മൾ ഡയമെൻഷൻ എന്ന് വിളിക്കുക. ഇതിനെ നമ്മളൊരു ഇക്വേഷൻ, ഒരു ഈക്വൽ സൈനിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്കതിനെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയാം. ഈ ഡയമെൻഷൻ അറിയുന്നത് കൊണ്ട്, ഒരു ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ നമ്മൾ അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് ധാരാളം ഉപയോഗങ്ങളുണ്ട്. അതിൻ്റെ ആപ്ലിക്കേഷനുകളെക്കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കേണ്ടത്. ഡയമെൻഷണൽ അനാലിസിസിൻ്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ്, ഡയമെൻഷൻ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് കൊണ്ടുള്ള ഉപയോഗം. നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷനൊക്കെ തന്നെ ചില ചോദ്യങ്ങൾ, വളരെ പ്രയാസപ്പെട്ട ചില ചോദ്യങ്ങൾ വളരെ നിസ്സാരമായിട്ട് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ടോപ്പിക്ക് കൂടിയാണ് ഈ ഡയമെൻഷണൽ അനാലിസിസ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, മിക്കവാറും ഉള്ള നമ്മൾ ഈ സാധാരണ പറഞ്ഞ ക്വാണ്ടിറ്റികളുടെ ഒക്കെ തന്നെ ഡയമെൻഷൻ കണ്ടുപിടിച്ച് കാണാതെ പഠിച്ചു വെച്ചിരിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആക്സിലറേഷൻ, ഫോഴ്സ്, വർക്ക്, എനർജി, മൊമെൻറ്റം മുതലായിട്ടുള്ള ക്വാണ്ടിറ്റികൾ, പ്രഷർ, ഇതിൻ്റെ എല്ലാം തന്നെ ഡയമെൻഷൻ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെച്ചിരുന്നാൽ ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ കണ്ടെത്താം. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡയമെൻഷണൽ അനാലിസിസ് കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉപയോഗങ്ങളുണ്ട്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇത്രയും. എന്താണ് ഡയമെൻഷൻ? ഒരു ക്വാണ്ടിറ്റി, ആ ക്വാണ്ടിറ്റിയുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി, അതായത് ഏതൊരു ക്വാണ്ടിറ്റിയും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയും ഉണ്ടാകുന്നത് ആര് കൂടി ചേർന്നിട്ടാണ്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. ഫോർ എക്സാമ്പിൾ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ലെങ്ത് 2 തവണ മൾട്ടിപ്ലൈ ചെയ്താലേ ഏരിയ കിട്ടും. ഇനി വോളിയം കിട്ടണമെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ലെങ്ത് തന്നെ 3 തവണ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഏതൊരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെയും ഉള്ളിൽ ആരടങ്ങിയിരിക്കും? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. ആ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ എത്രമാത്രം അടങ്ങിയിരിക്കുന്നു, അതിൻ്റെ പവർ എത്രയാണ് എന്നാണ് ഡയമെൻഷൻ നമ്മളോട് പറയുന്നത്. അപ്പോൾ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ, ആ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളുടെയും ഡയമെൻഷൻ നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം. അപ്പോൾ ഒരു ക്വാണ്ടിറ്റി നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യം നമ്മൾ അതിനെ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ എഴുതണം. ആ ഇക്വേഷനിലെ ഓരോ ക്വാണ്ടിറ്റികളെയും നമ്മൾ ബേസിക് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊണ്ടുപോകണം. അൾട്ടിമേറ്റ്ലി നമ്മുടെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളുടെ ടേംസിലേക്ക് മാറും. ആ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷൻ അതിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മുടെ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷനായി. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ എക്സസൈസ് നമുക്ക് അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യണം.